ജീവിതം പാഴാക്കലേ പ്രിയ കൂട്ടരേ. എല്ലാ കൊച്ചു കൂട്ടുകാർക്കും കളിമുറ്റത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. കൊച്ചു കൂട്ടുകാരെ, നിങ്ങളെല്ലാം നന്നായിട്ട് പഠിക്കുന്നുണ്ടോ? പഠിച്ചാൽ മാത്രം പോരാട്ടോ, ഒപ്പം പ്രാർത്ഥിക്കുകയും വേണം. എങ്കിൽ നമുക്ക് ആദ്യത്തെ സെഗ്മെന്റിലേക്ക് പോയാലോ കൂട്ടുകാരെ? ആദ്യത്തെ സെഗ്മെന്റ് ആണ് കാട്ടിലെ കൂട്ടുകാർ. ഇന്ന് പുള്ളിമാൻ നമ്മോട് എന്ത് കഥയായിരിക്കും പറയാൻ പോകുന്നത്? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ കാട്ടിലെ കൂട്ടുകാർ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണോ? സുഖമാണ്. നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടോ? നാം എല്ലാവരും ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണല്ലേ. എന്നാൽ സ്വന്തം ജീവനേക്കാൾ കൂടുതലായി ദൈവത്തെ സ്നേഹിച്ച 3 യുവാക്കളുടെ കഥ നിങ്ങൾക്കറിയാമോ? ഇന്ന് നമുക്ക് ആ കഥ കേൾക്കാം. ഒരിടത്ത് നമുക്കദമീസ് എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിനെ എല്ലാവർക്കും പേടിയായിരുന്നു. ഒരിക്കൽ രാജാവ് സ്വർണം കൊണ്ടുള്ള ഒരു വിഗ്രഹം ഉണ്ടാക്കി. ആ വിഗ്രഹത്തെ എല്ലാവരും ആരാധിക്കണമെന്ന് രാജാവ് കൽപ്പനയും പുറപ്പെടുവിപ്പിച്ചു. എന്നിട്ടോ? അതിനായി ആ വിഗ്രഹം രാജാവ് ബാബിലോൺ ദേശത്ത് സ്ഥാപിച്ചു. കൊട്ടാരത്തിൽ നിന്ന് എപ്പോഴാണോ ശബ്ദവും കാഹളവും കേൾക്കുന്നത്, ആ സമയം ചെറിയവരോ വലിയവരോ എന്നില്ലാതെ എല്ലാവരും ആ വിഗ്രഹത്തെ ആരാധിക്കണമായിരുന്നു. ഈ വിഗ്രഹത്തെ ആരാധിക്കാത്തവരെ രാജാവ് തീച്ചോളിൽ എറിഞ്ഞ് കൊന്നുകളയുമെന്നും രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു. ഇത് കേട്ട ഉടനെ എല്ലാവരും പേടിച്ചു. സ്വന്തം ജീവനെ പേടിച്ച് എല്ലാവരും വിഗ്രഹത്തെ ആരാധിക്കുവാൻ തുടങ്ങി. എന്നാൽ ആ രാജ്യത്ത് 3 യുവാക്കൾ ഉണ്ടായിരുന്നു. എന്നിട്ടെന്താ അവർ ചെയ്തേ? ആ 3 യുവാക്കൾ സ്വന്തം ദൈവത്തെ തന്നെ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇതറിഞ്ഞ മറ്റു ചിലർ രാജാവിന്റെ അടുക്കൽ ചെന്ന് ഈ കാര്യം ധരിപ്പിച്ചു. ഇതറിഞ്ഞ രാജാവ് കോപിതനായി. പാവ യുവാക്കൾ. രാജാവ് ഉടനെ തന്നെ ആ 3 പേരെയും കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. രാജാവ് ദേഷ്യത്തോടെ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്റെ ദൈവത്തെ ആരാധിച്ചില്ലെങ്കിൽ ഞാൻ നിങ്ങളെ തീച്ചോളയിൽ എറിഞ്ഞ് കൊന്നുകളയും. ഇത് കേട്ടതേ കൊട്ടാരത്തിലുണ്ടായിരുന്ന എല്ലാവരും പേടിച്ചു വിറച്ചു. പക്ഷെ ആ 3 പേർക്കും പേടിയുണ്ടായില്ല. അവർ രാജാവിനോട് പറഞ്ഞു, തീച്ചോളയിൽ നിന്നും രക്ഷിക്കാൻ കഴിവും ശക്തനും ബലവാനുമാണ് ഞങ്ങളുടെ ദൈവം. അതിനാൽ ഞങ്ങൾ നിന്റെ ദൈവത്തെ ആരാധിക്കുകയില്ല. ഇത് കേട്ട ഉടനെ രാജാവിന് കോപം വന്നു. ഉടനെ തന്നെ 3 പേരെയും തീച്ചോളിയിൽ എറിയാൻ രാജാവ് കൽപ്പിച്ചു. ഭടന്മാർ രാജാവ് കൽപ്പിച്ചതുപോലെ 3 പേരെയും തീച്ചോളിയിൽ എറിഞ്ഞു. തീച്ചോളിയിൽ കിടന്ന് 3 പേരും ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം ഇവരുടെ പ്രാർത്ഥന കേട്ടു. ദൈവം ഒരു ദൈവദൂതനെ ഇവർക്കിടയിലേക്ക് അയച്ച് തീച്ചോളിയിൽ നിന്നും ഇവരെ രക്ഷിച്ചു. ദൈവദൂതനോ? ദൈവദൂതന്റെ ചിറകിന്റെ കീഴിൽ ഒരു കവാടമുണ്ടാക്കി ഈ 3 പേരെയും ദൈവം സംരക്ഷിച്ചു. കുറെ നേരമായിട്ടും തീയുടെ നടുക്ക് ആരോ നടക്കുന്നത് പോലെ തോന്നിയത് കൊണ്ട് രാജാവ് 3 പേരെയും തീയിൽ നിന്നും പുറത്തിറക്കിപ്പിച്ചു. അപ്പോൾ അത്ഭുതം, ഈ 3 പേർക്കും ഒന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. ദേഹത്ത് ഒരു പൊള്ളല് പോലും ഉണ്ടായിരുന്നില്ല. ഇത് കണ്ടതും ചുറ്റുമുണ്ടായിരുന്നവരും രാജാവും എല്ലാവരും അത്ഭുതപ്പെട്ടു. ഇതെങ്ങനെ സംഭവിച്ചു എന്നറിയാതെ അവർ ആശ്ചര്യത്തോടെ നിന്നു. അപ്പോൾ രാജാവിനൊരു കാര്യം മനസ്സിലായി. ഇവരുടെ ദൈവം ഇവരെ രക്ഷിച്ചിരിക്കുന്നു. ഇവരുടെ ദൈവം ബലവാനും ശക്തനുമാണ്. തീച്ചോളിൽ നിന്നും ഒരു പോറൽ പോലും ഏൽക്കാതെ അവരെ രക്ഷിച്ചിരിക്കുന്നു. ഇവരുടെ ദൈവത്തെ എന്തെങ്കിലും പറയുന്നവരെ ഉടനെ തന്നെ രാജാവ് ശിക്ഷിക്കുമെന്ന് ഒരു കൽപ്പനയും പുറപ്പെടുവിച്ചു. അങ്ങനെ രാജാവും ദൈവത്തിൽ വിശ്വസിച്ചു. ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായോ? ഈ കഥയിൽ നിന്നും നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ആരാ പറയുന്നേ? ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മളെ സഹായിക്കും. അതേ കൂട്ടുകാരെ,
ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുക. ദൈവത്തോട് എപ്പോഴും പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവരുടെ കൂടെ ദൈവം എപ്പോഴും കൂടെ ഉണ്ടാവും. കൂട്ടുകാരെ, പുള്ളിമാൻ പറഞ്ഞ കഥ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായോ? എങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം. അടുത്ത സെഗ്മെന്റ് ആണ് അന്നമോളും കാവൽ മാലാഖയും. കുസൃതി കുടിക്കായ അന്നമോളുടെ ഇന്നത്തെ സംശയം എന്തായിരിക്കും? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അന്നമോളും കാവൽ മാലാഖയും. മാലാഖേ, ഹായ് അന്നമോളെ, എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു മാലാഖേ. ആഹാ, എന്താ എന്റെ അന്നമോളുടെ ഇന്നത്തെ സംശയം? നമ്മുടെ ഇന്ത്യയിൽ കുറെ ആയോധന കലകളുണ്ടോ മാലാഖേ? ഉണ്ടല്ലോ അന്നമോളെ. അതേതൊക്കെയാ മാലാഖേ? ആദ്യം കേരളത്തിലേത് പറയാം. പ്രാചീന കേരളത്തിലെ പ്രധാനപ്പെട്ട ആയോധന കലയാണ് കളരിപ്പയറ്റ്. AD 13-ാം നൂറ്റാണ്ടോടുകൂടിയാണ് കളരിപ്പയറ്റ് രൂപം കൊണ്ടത്. പലതരത്തിലുള്ള കളരികൾ പണ്ട് ഉണ്ടായിരുന്നു. അതേതൊക്കെയാ മാലാഖേ? കടത്തനാടൻ കളരി, കറുവാഞ്ചേരി കളരി, കൊടുമല കളരി, മധുലൂർ കളരി, മേലൂർ കളരി, നാദാപുരം കളരി, പൊന്നിയം കളരി, പുത്തൂരം കളരി, തച്ചോളി കളരി എന്നിവയൊക്കെ അക്കാലത്തെ പ്രധാനപ്പെട്ട കളരികളിൽ പെട്ടവയെ അന്നമോളെ. കളരി അഭ്യസിക്കാനുള്ള സ്ഥലങ്ങൾ വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞവയാ. കിഴക്ക് പടിഞ്ഞാറായി 42 അടി നീളവും തെക്ക് വടക്കായി 21 അടി വീതിയും വരുന്ന ദീർഘചതുരാകൃതിയിൽ ഏകദേശം അരയോളം ആഴത്തിൽ നിലം കുഴിച്ച് മൺതിട്ട കെട്ടുകയാണ് ആദ്യം ചെയ്യുന്നത്. എന്നിട്ടോ? അവയുടെ നടുക്കായി തൂണുകൾ നാട്ടി മേൽക്കൂര കെട്ടും. പിന്നെ നിലം കുഴിച്ച് മൺതിട്ട കെട്ടുന്നതിന് ഒരു കാരണമുണ്ട്. അതെന്താ മാലാഖേ? കളരി അഭ്യാസം പരിശീലിക്കുമ്പോൾ ശരീരത്തിന്റെ ചൂട് വല്ലാതെ കൂടാണ്ടിരിക്കാനും ത്വക്ക് രോഗങ്ങൾ വരാതിരിക്കാനും വേണ്ടിയാണ് കുഴി കുഴിച്ച് അഭ്യാസത്തിനായി സ്ഥലമൊരുക്കുന്നത്. തമിഴ്നാട്ടിലും മറ്റും ഇതുപോലെ ആയോധന കലകൾ ഉണ്ടോ മാലാഖേ? ഉണ്ടല്ലോ അന്നമോളെ. അതേതാ? സിലമ്പം അഥവാ വടികൊണ്ടുള്ള അഭ്യാസങ്ങളും ചുരുൾക്കത്തി പ്രയോഗങ്ങളും തമിഴ്നാട്ടിലെ ചില പ്രദേശങ്ങളിൽ അഭ്യസിച്ചു വരുന്ന ആയോധന മുറകളാണ്. എന്താ മാലാഖേ ഈ സിലംബവിദ്യ? രണ്ടുപേർ പരസ്പരം ചെയ്യുന്ന വടിപ്രയോഗമാണ് സിലംബവിദ്യ. 40 ഇഞ്ച് മുതൽ 42 ഇഞ്ച് വരെ നീളമുള്ള വടികളാണ് സിലംബവിദ്യയിലെ പ്രധാന ആയുധം. തെക്കൻ കർണാടക പ്രദേശങ്ങളിൽ അപൂർവം ചിലർ അഭ്യസിച്ചു വരുന്ന ആയോധന സമ്പ്രദായമാണ് താലിസു. ഗോതം കളരിയിൽ വെച്ചാണ് താലിസു അഭ്യസിക്കുന്നത്. അപ്പോ ആന്ധ്രയിലോ? ആന്ധ്രയിലെ ചില പ്രദേശങ്ങളിൽ കറസാമു എന്ന വടിപ്രയോഗവും ബാക്കു, ബെല്ലമു അഥവാ കുന്തം, കത്തി മുതലായവ ആയുധങ്ങൾ കൊണ്ടുള്ള അഭ്യാസങ്ങളും കുസ എന്ന വെറുംകൈ പ്രയോഗവും ഇന്ന് നിലവിലുണ്ട് കേട്ടോ. ഉത്തരേന്ത്യയിലും മറ്റും ഉണ്ടോ മാലാഖേ ഇങ്ങനെയുള്ള ആയോധന കലകൾ? തീർച്ചയായും അന്നമോളെ. തോലുറയിട്ട 3 അടി നീളമുള്ള ഗദ്ഗ എന്ന വടിയും തോൽ കൊണ്ടുണ്ടാക്കിയ ഫാറി എന്ന പരിചയും ഉപയോഗിച്ചുള്ള ഫാറി ഗദ്ഗ എന്ന അഭ്യാസം ഉത്തരേന്ത്യയിലെ ചില പ്രദേശങ്ങളിൽ ഇന്നും പരിശീലിച്ചു വരുന്നവരുണ്ട്. പട എന്നറിയപ്പെടുന്ന ഇരുതല മൂർച്ചയുള്ള വാൾ കൊണ്ടുള്ള അഭ്യാസങ്ങൾ മഹാരാഷ്ട്രയിൽ ഉണ്ടായിരുന്നു പണ്ട്. മഹാരാഷ്ട്രക്കാരുടെ തന്നെ മറ്റൊരു ആയോധന കലയാണ് മർദാനി ഖേൽ. വാളാട്ടോ അതിലെയും പ്രധാന ആയുധം. എല്ലാ ആയോധന കലകളുടെയും ആയുധം വാളാണല്ലേ? അതേലോ അന്നമോളെ. ബീഹാറുകാരുടെ ആയോധന കലയായിരുന്ന ഭാര്യഖണ്ഡയും വാളും പരിചയം ഉപയോഗിച്ചുള്ളതായിരുന്നു. ബോക്സിംഗ് പോലെയുള്ള മുഷ്ടി കൊണ്ട് മാത്രം ചെയ്യുന്ന മുഖി കാശിയിലെ ഒരു ആയോധന കലയാ. മുഷ്ടിക്ക് ഉറപ്പും ശക്തിയും ലഭിക്കുന്നതിനു വേണ്ടി അഭ്യാസികൾ മരത്തിലോ കല്ലോ ഇടിച്ചാണ് മുഖി പരിശീലിക്കുന്നത്. കൃപാണം അഥവാ വാൾ, ഗണ്ടാസ അഥവാ ഒരുതരം മഴു, ബല്ലം അഥവാ കുന്തം തുടങ്ങിയ ആയുധങ്ങൾ കൊണ്ടുള്ള അഭ്യാസങ്ങൾ പഞ്ചാബ്, അമരാവതി എന്നിവിടങ്ങളിൽ ഒരു കാലത്ത് ഉണ്ടായിരുന്നു അന്നമോളെ. ഇപ്പോഴാ ഞാനൊരു കാര്യം ഓർത്തത്. എന്താ അന്നമോളെ? ഞാൻ വന്നിട്ട് കുറെ നേരമായല്ലോ. വീട്ടിലേക്ക് ഇനിയും ചെന്നില്ലെങ്കിൽ മമ്മി എന്നെ അന്വേഷിച്ചു വരും. അത് കറക്റ്റാ. എങ്കിൽ എന്റെ അന്നമോൾ വേഗം വീട്ടിലേക്ക് പോയിക്കോട്ടോ. ബായ് മാലാഖേ. ബായ് അന്നമോളെ. കൂട്ടുകാരെ, അന്നമോളുടെ സംശയം കാരണം കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിച്ചില്ലേ? എങ്കിൽ നമുക്ക് നമ്മുടെ മൂന്നാമത്തെ സെഗ്മെന്റിലേക്ക് പോകാം. മൂന്നാമത്തെ സെഗ്മെന്റാണ് രാഗസങ്കീർത്തനം. ഇന്ന് രാഗസങ്കീർത്തനത്തിൽ ജിയോനെ ഏത് സങ്കീർത്തനമായിരിക്കും ആലപിക്കാൻ പോകുന്നത്? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. രാഗസങ്കീർത്തനം. കർത്താവേ, എന്തുകൊണ്ടാണ് അവിടുന്ന് അകന്നു നിൽക്കുന്നത്? ഞങ്ങളുടെ കഷ്ടകാലത്ത്
അവിടുന്ന് മറഞ്ഞിരിക്കുന്നതെന്ത്? ദുഷ്ടർ ഗർവോടെ പാവങ്ങളെ പിന്തുടർന്നു പീഡിപ്പിക്കുന്നു. അവർ വെച്ച കിണിയിൽ അവർ തന്നെ വീഴട്ടെ. ദുഷ്ടൻ തൻ്റെ ദുരാഗ്രഹങ്ങളെ കുറിച്ച് വൻപു പറയുന്നു. അത്യാഗ്രഹി കർത്താവിനെ ശപിച്ചു തള്ളുന്നു. ദുഷ്ടൻ തൻ്റെ അഹങ്കാരത്തള്ളലാൽ അവിടുത്തെ അന്വേഷിക്കുന്നില്ല. ദൈവമില്ല എന്നാണ് അവന്റെ വിചാരം. അവന്റെ മാർഗങ്ങൾ എപ്പോഴും വിജയിക്കുന്നു. അവന്റെ ന്യായവിധി അവനു കണ്ണെത്താത്ത വിധം ഉയരത്തിലാണ്. അവൻ തന്റെ ശത്രുക്കളെ പുച്ഛിച്ചു തള്ളുന്നു. ഞാൻ കുലുങ്ങുകയില്ല, ഒരു കാലത്തും എനിക്ക് അനർത്ഥം ഉണ്ടാകുകയില്ലെന്ന് അവൻ ചിന്തിക്കുന്നു. അവന്റെ വായ് ശാപവും വഞ്ചനയും ഭീഷണിയും കൊണ്ടു നിറഞ്ഞിരിക്കുന്നു. അവന്റെ നാവിനടിയിൽ ദ്രോഹവും അധർമ്മവും കുടികൊള്ളുന്നു. അവൻ ഗ്രാമങ്ങളിൽ പതിയിരിക്കുന്നു. ഒളിച്ചിരുന്ന് അവൻ നിർദോഷരെ കൊല ചെയ്യുന്നു. അവന്റെ കണ്ണുകൾ നിസ്സഹായരെ ഗൂഢമായി തിരയുന്നു. പാവങ്ങളെ പിടിക്കാൻ അവൻ സിംഹത്തെ പോലെ പതിയിരിക്കുന്നു. പാവങ്ങളെ വലയിൽ കുടുക്കി അവൻ പിടിയിലമർത്തുന്നു. കൂട്ടുകാരെ, ജിയോന ആലപിച്ച സങ്കീർത്തനം നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായോ? നല്ല രസമുണ്ടായിരുന്നു അല്ലേ അത് കേൾക്കാൻ? എങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം. അടുത്ത സെഗ്മെന്റ് ആണ് വായനശാല. ഇന്ന് വായനശാലയിൽ ഏഞ്ചൽ ഏത് പുസ്തകമായിരിക്കും പരിചയപ്പെടുത്താൻ പോകുന്നത്? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? വായനശാല. കൊച്ചു കൂട്ടുകാരെ, ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്ന പുസ്തകം വിശുദ്ധ എലിസബത്തിന്റെ ജീവചരിത്രത്തെ കുറിച്ചാണ്. ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് ഫാദർ അബീഷ് കുമ്പിളുമുട്ടിലാണ്. ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് വിമല ബുക്സ് പബ്ലിക്കേഷൻസ് ആണ്. ഈ പുസ്തകത്തിൽ 18 അധ്യായങ്ങളാണുള്ളത്. ജനനവും ബാല്യവും, പറിച്ചുനടിയിൽ, ഉറ്റവരുടെ വേർപാട്, വിവാഹം, സാധു സംരക്ഷിക, വിശുദ്ധ ഫ്രാൻസിസിനെ അനുകരിച്ച്, ആത്മീയ ഗുരുക്കന്മാരുടെ ശിക്ഷണത്തിന് കീഴിൽ, ആരോരുമില്ലാത്തവരുടെ അമ്മ, കുരിശുയുദ്ധം, പ്രിയതമന്റെ വേർപാട്, സഹനത്തിന്റെ അഗ്നിസ്നാനത്തിലൂടെ, ദിവ്യരക്ഷകന്റെയും ദിവ്യജനനിയുടെയും വത്സലപുത്രി, ലൗകികതയിൽ നിന്ന് ദൈവികതയിലേക്ക്, മാർബർഗിലേക്ക്, ഫ്രാൻസിസ്കൻ ആധ്യാത്മികതയുടെ ആഴങ്ങളിലേക്ക്, ഉള്ളതെല്ലാം ഈശോയ്ക്ക്, സ്വർഗീയ പൂന്തോട്ടത്തിൽ പുതിയൊരു പുഷ്പം കൂടി, സ്വർഗീയ വരമാരി ചൊരിഞ്ഞ് എന്നിങ്ങനെ 18 അധ്യായങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത്. ഒന്നാമത്തെ അധ്യായത്തിൽ വിശുദ്ധ എലിസബത്തിന്റെ ജനനത്തെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. രണ്ടാമത്തെ അധ്യായത്തിൽ വിശുദ്ധ എലിസബത്തിന്റെ ബാല്യകാലത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ അധ്യായത്തിൽ വിശുദ്ധ എലിസബത്തിന്റെ അമ്മയുടെ മരണത്തെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. നാലാമത്തെ അധ്യായത്തിൽ വിശുദ്ധ എലിസബത്തിന്റെ വിവാഹത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അഞ്ചാമത്തെ അധ്യായത്തിൽ വിശുദ്ധ എലിസബത്ത് തന്റെ രാജകൊട്ടാരത്തിലെ ഐശ്വര്യസമൃദ്ധമായ സാഹചര്യങ്ങളിൽ പോലും തന്റെ സഹജീവികളോട് കാണിച്ചിരുന്ന കരുതലിനെയും കരുണയും പറ്റിയാണ് പരാമർശിക്കുന്നത്. ആറാമത്തെ അധ്യായത്തിൽ വിശുദ്ധ ഫ്രാൻസിസിനെ അനുകരിച്ച് ജീവിക്കുന്ന എലിസബത്തിനെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. അനുദിന ദിവ്യബലിയിലും
യോഗ്യതയോടെയുള്ള ദിവ്യകാരുണ്യ സ്വീകരണവുമായിരുന്നു അവളുടെ ശക്തി സ്രോതസ്. ദൈവസ്നേഹം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ സഹായകമാകുന്ന ഒരു ഉപകരണമായി തീരാൻ അവൾ ആഗ്രഹിച്ചു. 7-ാമത്തെ അധ്യായത്തിൽ ആത്മീയ ഗുരുക്കന്മാരുടെ ശിക്ഷണത്തിൽ ജീവിച്ചു വളർന്ന വിശുദ്ധ എലിസബത്തിനെയാണ് കാണാൻ സാധിക്കുന്നത്. കൊട്ടാരത്തിലെ ആഡംബരപൂർണമായ ജീവിതം എലിസബത്ത് ഏറെ വെറുത്തിരുന്നു. സുഖസമ്പുഷ്ടമായ ആ അന്തരീക്ഷത്തിൽ താൻ ജീവിച്ചാൽ തനിക്ക് തൻ്റെ സ്വർഗീയ മണവാളനായ ഈശോയോടൊപ്പം ആയിരിക്കുവാൻ സാധിക്കുകയില്ലെന്ന് അവൾ വിശ്വസിച്ചു. 8-ാമത്തെ അധ്യായത്തിൽ ആരോരുമില്ലാത്തവരുടെ അമ്മയായി തീർന്ന വിശുദ്ധ എലിസബത്തിനെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. കുരിശ് യുദ്ധം എന്ന 9-ാമത്തെ അധ്യായത്തിൽ അക്കാലത്ത് ജർമ്മനിയിൽ നടന്നിരുന്ന 5-ാം കുരിശ് യുദ്ധത്തെ പറ്റിയാണ് പരാമർശിക്കുന്നത്. പ്രിയതമന്റെ വേർപാട് എന്ന 10-ാമത്തെ അധ്യായത്തിൽ വിശുദ്ധ എലിസബത്തിന്റെ ഭർത്താവിന്റെ മരണത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സഹനത്തിന്റെ അഗ്നിസ്നാനത്തിലൂടെ എന്ന 11-ാമത്തെ അധ്യായത്തിൽ വിശുദ്ധ എലിസബത്ത് തന്റെ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന സഹനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. 12-ാമത്തെ അധ്യായത്തിൽ ദിവ്യരക്ഷകന്റെയും ദിവ്യജനനിയുടെയും വത്സലപുത്രിയായി മാറിയ വിശുദ്ധ എലിസബത്തിനെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. ലൗകികതയിൽ നിന്ന് ദൈവികതയിലേക്ക് എന്ന 13-ാമത്തെ അധ്യായത്തിൽ ലോകത്തിലെ ഭൗതിക സുഖങ്ങളെല്ലാം നശ്വരമാണെന്ന തിരിച്ചറിവിൽ വിശുദ്ധ എലിസബത്ത് ആത്മീയതയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നതിനെ പറ്റിയാണ് പരാമർശിക്കുന്നത്. 14-ാമത്തെ അധ്യായത്തിൽ പ്രശസ്തിയുടെയും പ്രൗഢിയുടെയും കൊടുമുടിയിൽ നിൽക്കാമായിരുന്നിട്ടും ദാരിദ്ര്യത്തിൻ്റെയും എളിമയുടെയും പാത സ്വീകരിച്ച് വിശുദ്ധ എലിസബത്ത് മാർബർഗിലേക്ക് പോയതിനെക്കുറിച്ചാണ് പറയുന്നത്. 15-ാമത്തെ അധ്യായത്തിൽ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ മൂല്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ പകർത്തിയ വിശുദ്ധ എലിസബത്തിനെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. അതുകൊണ്ടാണ് ഫ്രാൻസിസ്കൻ 3-ാം സഭയുടെ അംഗവും സന്യാസികളുടെ സ്വർഗീയ മധ്യസ്ഥയുമായി എലിസബത്തിനെ വണങ്ങി വരുന്നത്. 16-ാമത്തെ അധ്യായത്തിൽ സർവപ്രധാനവും ദുഷ്പ്രാപ്യവുമായ അനുസരണ എന്ന പുണ്യം വഴി ആത്മപരിത്യാഗത്തിൽ വിദഗ്ധയായി തീർന്ന വിശുദ്ധ എലിസബത്തിനെയാണ് കാണാൻ സാധിക്കുന്നത്. 17-ാമത്തെ അധ്യായത്തിൽ വിശുദ്ധ എലിസബത്തിന്റെ മരണത്തെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. 1231 നവംബർ മാസം 17-ാം തീയതിയാണ് വിശുദ്ധ എലിസബത്ത് നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടത്. സ്വർഗീയ വരമാരി ചൊരിഞ്ഞ് എന്ന അവസാനത്തെ അധ്യായത്തിൽ എലിസബത്തിനെ വിശുദ്ധയായി പ്രഖ്യാപിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. 1235 പെന്തകുസ്ത തിരുനാളിൽ ഗ്രിഗറി 9-ാമൻ മാർപ്പാപ്പയാണ് എലിസബത്തിനെ വിശുദ്ധയായി പ്രഖ്യാപിച്ചത്. കൊച്ചുകൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും വിശുദ്ധ എലിസബത്തിന്റെ ജീവചരിത്രം ഇഷ്ടമായോ? എങ്കിൽ നിങ്ങളെല്ലാവരും ഈ പുസ്തകം വാങ്ങി വായിക്കണേ. എങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോവാം. എങ്കിൽ നമുക്ക് ഉണ്ണീശു നമ്മളോട് പറയാൻ പോകുന്ന കാര്യം കേട്ടിട്ട് വന്നാലോ? ഉണ്ണിവചനങ്ങൾ. പരമപിതാവായ ദൈവത്തിനു സ്തുതി. കൂട്ടുകാരെ, നിങ്ങൾ എന്നും രാത്രി ഉറങ്ങാൻ പോകുന്നതിനു മുമ്പ് കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ടോ? ചിലരൊക്കെ പ്രാർത്ഥിക്കാറില്ലല്ലോ. അത് ഈ ഉണ്ണീശോയ്ക്ക് അറിയാട്ടോ. എങ്കിൽ നിങ്ങളിനി എന്നും രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിനു മുമ്പ് പരമപിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അന്നേ ദിവസം അവിടുന്ന് തന്ന എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും നന്ദി പറയണം. യാതൊരുവിധ ആപത്തും കൂടാതെ കാത്തു പരിപാലിച്ചതിനും നന്ദി പറയണം. അങ്ങനെ എന്നും പിതാവായ ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം ഉണ്ണീശോയുടെ കൂട്ടുകാർ. നിങ്ങളെല്ലാവരും ഇനി മുതൽ മറക്കാതെ കിടക്കുന്നതിനു മുമ്പ് പ്രാർത്ഥിക്കുമോ? നല്ലൊരു ഉറക്കം ലഭിക്കാനും പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണാതിരിക്കാനും പ്രാർത്ഥന കൂടിയേ തീരൂ കൂട്ടുകാരെ. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? പരമപിതാവായ ദൈവത്തിന് സ്തുതി. കൂട്ടുകാരെ, ഉണ്ണീശോ പറഞ്ഞത് കേട്ടല്ലോ. നിങ്ങളെല്ലാവരും ഉണ്ണീശോ പറഞ്ഞതുപോലെ ചെയ്യണേ. എങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോവാം. അടുത്ത സെഗ്മെന്റാണ് കളിയരങ്ങ്. ഇന്ന് കളിയരങ്ങിൽ എന്തായിരിക്കും വരാൻ പോകുന്നത്? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? കളിയരങ്ങ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ചില സംഭവങ്ങൾ ചിലരുടെ ജീവിതത്തെ മാറ്റിമറിക്കാറുണ്ട്.
അത്തരത്തിൽ ഒരു കഥയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഒരിക്കൽ യേശു യെറിക്കോ പട്ടണത്തിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. അവൻ പോകുന്ന വഴികളിലെല്ലാം ജനങ്ങൾ അവനെ കാണാൻ തടിച്ചുകൂടിയിരുന്നു. അവിടെ സക്കേവൂസ് എന്ന പേരായ ഒരാളുണ്ടായിരുന്നു. അവൻ ചുങ്കക്കാരിൽ പ്രധാനിയും ധനികനുമായിരുന്നു. അവന് യേശുവിനെ കാണണം എന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. പൊക്കം കുറവായതിനാൽ ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് യേശുവിനെ കാണുന്നത് അത്ര എളുപ്പമല്ലെന്ന് അവന് മനസ്സിലായി. യേശുവിനെ കാണാൻ എന്താണൊരു വഴി അവൻ ആലോചിച്ചു. അവൻ പെട്ടെന്നൊരു ഭയം തോന്നി. അതാ ഒരു സിക്കമോർ മരം, അതിൽ കയറിയിരുന്നാൽ എനിക്ക് യേശുവിനെ വ്യക്തമായി കാണാം. അവൻ കഷ്ടപ്പെട്ട് സിക്കമോർ മരത്തിന്റെ മുകളിൽ കയറി. അതാ യേശു നടന്നു വരുന്നു. എന്തൊരു തേജസ്സാണ് ഈ മുഖത്തിന്! ഇത്രയും ആലോചിച്ചപ്പോഴേക്കും യേശു സിക്കമോർ മരത്തിന്റെ ചുവട്ടിലെത്തി. മുകളിലേക്ക് നോക്കി പറഞ്ഞു, സക്കേവൂസ്, ഇവിടെ ഇറങ്ങി വീഴുക. ഇന്ന് എനിക്ക് നിന്റെ ഭവനത്തിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. ഇത് കേട്ട സക്കേവൂസ് തിടുക്കത്തിൽ ഇറങ്ങി വന്ന് സന്തോഷത്തോടെ യേശുവിനെ സ്വീകരിച്ചു. ഇത് കണ്ട ജനങ്ങൾക്ക് അതിഷ്ടപ്പെട്ടില്ല. യേശുവിന്റെ സ്നേഹം മനസ്സിലാക്കിയ സക്കേവൂസ് പറഞ്ഞു, എന്റെ സ്വത്തിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും ഒക്കെ വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. യേശു പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. നീയും അബ്രാഹത്തിന്റെ പുത്രനാണ്. യേശു സക്കേവൂസിന്റെ ഭവനത്തിൽ വന്നപ്പോൾ സക്കേവൂസ് നല്ലവനായതുപോലെ നമ്മുടെ ഭവനത്തിലും യേശുവിനെ സ്വീകരിക്കാം. കൂട്ടുകാരെ, ഇന്നത്തെ കളിയരങ്ങ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? എങ്കിൽ ഈ ആഴ്ച ബർത്ത്ഡേ ആഘോഷിക്കുന്ന കൂട്ടുകാരെ നമുക്കൊന്ന് വിഷ് ചെയ്താലോ? സന്തോഷ ജന്മദിനം. ഹാപ്പി ബർത്ത്ഡേ അനയ. ഹാപ്പി ബർത്ത്ഡേ ധ്യാൻ. ഹാപ്പി ബർത്ത്ഡേ ഇമ്മാനുവൽ. എങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം. കുഞ്ഞു മനസ്സുകളിലെ വർണ്ണങ്ങൾ മാരിവില്ലഴകായപ്പോൾ പിറന്നു വീണത് 1000 നിറക്കൂട്ടുകളാണ്. അങ്കമാലി വിശ്വജ്യോതി പബ്ലിക് സ്കൂളിലെ കൊച്ചു കലാകാരന്മാരും കലാകാരികളും ആസ്വാദകർക്കായി ഒരുക്കിയത് ഒരു വർണ്ണപ്രപഞ്ചം തന്നെയായിരുന്നു. ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി ഓഫ് സാൻസ്ക്രിറ്റിലെ അസോസിയേറ്റ് പ്രൊഫസറായ ഡോക്ടർ ജ്യോതിലാൽ കെ ഗോവിന്ദ് ആണ് കുട്ടികൾ ഒരുക്കിയ മെഡോസ് 2024-25 എന്ന ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തത്. പലതരത്തിലുള്ള കരകൗശല വസ്തുക്കളും ബോട്ടിൽ ആർട്ടുകളും ജൂട്ട് വർക്കുകളും പെൻ ഹോൾഡറുകളും എക്സിബിഷനെ മനോഹരമാക്കുകയാണ്. നിറങ്ങൾ ചാലിച്ചെഴുതിയ ഈ ചിത്രങ്ങളെല്ലാം കുഞ്ഞു മനസ്സുകളിലെ നിറപ്പെയ്ത്തുകളാണ്. എങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോയാലോ? അടുത്ത സെഗ്മെന്റ് ആണ് നിറക്കൂട്ട്. ഇന്ന് നിറക്കൂട്ടിൽ ആരുടെ പടങ്ങളായിരിക്കും സെലക്ട് ചെയ്തിരിക്കുന്നത്? നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ? നിറക്കൂട്ട്. കൂട്ടുകാരെ, നിങ്ങൾക്കും പടങ്ങൾ വരയ്ക്കാൻ കഴിവുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾക്ക് അയച്ചു തരാം. അതിനായി ഞങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ട അഡ്രസ്: ദി പ്രൊഡ്യൂസർ, കളിമുറ്റം, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ. പിൻ 680309. ഇമെയിൽ kalimutamgtv24@gmail.com. ഫോൺ 8606460033. കൂട്ടുകാരെ, ഇന്നത്തെ കളിമുറ്റത്തിന്റെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? എങ്കിൽ അടുത്ത ആഴ്ച ഇതിനും നല്ലൊരു എപ്പിസോഡുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. ടിൽ ദെൻ, ബൈ.